പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിന്നുകൊണ്ട് ചെയ്യാനുള്ള ഒരു ആസനം, അതായത് പാദഹസ്താസനം. ഈ ആസനം കൊണ്ട് ഒട്ടനവധി രോഗങ്ങളെ നമുക്ക് തടയാൻ കഴിയും. ഇപ്പം നമുക്കറിയാം, ഇവിടെ ഇന്ന് നല്ല തണുപ്പുണ്ട്, ചാറ്റൽ മഴയുണ്ട്. ഹൈ റേഞ്ച് മഴയെന്ന് പറയുമ്പോൾ ഈ നവംബർ ഡിസംബർ മാസം ഇങ്ങനെ നൂൽമഴ പെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. കാലാവസ്ഥ പെട്ടെന്ന് മാറി അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാവും. പിന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും, ദഹനത്തിൽ കുഴപ്പങ്ങളുണ്ടാവും, ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ അതുകൊണ്ട് മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ മനുഷ്യ ശരീരത്തിൽ അത് രോഗങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിന് തടയാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പം കാലാവസ്ഥ പറഞ്ഞിരിക്കുന്നത്, കാലാവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു 4-5 ദിവസം മഴയായിരിക്കുന്നു. തമിഴ്നാട് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് മാറി മാറി വരുന്നുണ്ട് അല്ലേ? പ്രകൃതിയിൽ കാണുന്ന പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം, ഇവയിലും ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് മനുഷ്യനിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ രോഗങ്ങളായിട്ട് മാറുന്നുണ്ട്. നമുക്ക് മറ്റ് അസുഖങ്ങളും ഉണ്ടാകുന്നു അല്ലേ? അപ്പം പാദഹസ്താസനം എങ്ങനെയാണ് ചെയ്യുന്നത് സംബന്ധിച്ച് പറഞ്ഞു തരാം. അതിന് നോട്ട്സ് അയച്ചു തരാം. നിങ്ങളെല്ലാ ദിവസം അരമണിക്കൂർ യോഗ ആസനങ്ങൾ ചെയ്യണം. ഓക്കെ.